ഹരിയേട്ട, ഒരിക്കൽ ഹരിയേട്ടൻ പറഞ്ഞതനുസരിച്ച് ഹരിയേട്ടൻ പറഞ്ഞ ആളിൻ്റെ മുൻപിൽ തലകുനിക്കാൻ തയ്യാറായി നിന്ന ആളാണ് ഞാൻ. പാതി വഴിയിൽ കോമാളിയാക്കി അവർ പോയപ്പോൾ എനിക്ക് നഷ്ടമായത് എൻ്റെ അമ്മയായിരുന്നു. അപ്പോഴും ഹരിയേട്ടനോട് ഞാൻ പരാതി പറഞ്ഞില്ല. പക്ഷെ ഇനി മറ്റൊരു ജീവിതത്തിന് വേണ്ടി എന്നെ നിർബന്ധിക്കരുത്. അമ്മ നഷ്ടപ്പെട്ട വേദന പൂർണ്ണമായി ഞാൻ ഉൾക്കൊണ്ടിട്ട് പോലുമില്ല. അതിനുള്ളിൽ വർണ്ണമാല്യം ചാർത്താൻ എന്നോട് പറയരുത്. ഹരിയേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ ഹരിയേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ ചിലപ്പോൾ അതിന് സമ്മതിച്ചു പോകും. പക്ഷെ അത് പൂർണ്ണമായും എൻ്റെ സമ്മതം ആയിരിക്കില്ല. ഇനി ഒരാളെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. എൻ്റെ അമ്മ പോലും എനിക്കില്ല. ഇപ്പം എനിക്ക് ആരുമില്ല. ഹരിയേട്ടൻ എൻ്റെ നിസ്സഹായത മുതലെടുത്തൊരു വിവാഹത്തിന് നിർബന്ധിക്കരുത്. ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനൊരു ശല്യമായി വരില്ല. നല്ലൊരു ജീവിതം തുടങ്ങുവാൻ ഞാനൊരു ഒഴിയാബാധയായി അവിടെ ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. ഹരിയേട്ടൻ്റെ ജീവിതത്തിന് ഞാൻ ഒരിക്കലും ഒരു വെല്ലുവിളി ഉയർത്തില്ല. മറ്റൊരു വിവാഹത്തെപ്പറ്റി പറയരുത്. ഹരിയേട്ടനോടുള്ള പ്രണയവും ഇഷ്ടവും ഒക്കെ എൻ്റെ അമ്മ പോയ നിമിഷങ്ങളിൽ തന്നെ എന്നിൽ നിന്നും പോയി. ജാനകിയും അന്ന് മരിച്ചതാ. ഇപ്പം ഹരിയേട്ടന് മുന്നിൽ നിൽക്കുന്നത് വികാരവും വിചാരവും ഒന്നുമില്ലാത്ത, ആത്മാവില്ലാത്ത ശരീരം മാത്രമാണ്. ഞാൻ ഒരിക്കലും ഹരിയേട്ടനെ വേദനിപ്പിക്കാൻ വരില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. നീ എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ നിസ്സഹായ അവസ്ഥ മുതലെടുക്കുകയാണെന്നോ? അങ്ങനെ ഒരാളാണ് നിന്റെ ഹരിയേട്ടനെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ നിന്നോട് ഇടപെട്ടിട്ടുണ്ടോ? തൻ്റെ ആ ഒരു വാക്ക് അവനിൽ വല്ലാത്ത വേദന നിറച്ചിരുന്നുവെന്ന് അവൾക്ക് തോന്നിയിരുന്നു. പിന്നെ എന്നോട് നീ തോന്നിയെന്ന് പറഞ്ഞത് പ്രണയം അത്രേ ഉണ്ടായിരുന്നുള്ളൂ നിനക്കെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയം ആർക്കും ഒരിക്കലും ഉപേക്ഷിക്കുവാനും മറക്കുവാനും സാധിക്കില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും അത് സത്യമാണെന്ന് പലരുടെയും അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതുതന്നെയാണ് ഞാൻ നിന്നോട് ആദ്യം മുതൽ പറഞ്ഞത്. പ്രണയമല്ല, ഭ്രമമാണ് നിനക്ക് എന്നോട് തോന്നുന്നതെന്ന്. അതുകൊണ്ടാണ് എല്ലാം ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുമെന്ന് നീ പറഞ്ഞതും. അല്ലെങ്കിൽ നിനക്ക് ഞങ്ങൾ അത്രത്തോളം അന്യരായി തീർന്നതുകൊണ്ട്. അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന അപരിചിതത്വം അവനെ തളർത്താൻ കഴിവുള്ളതായിരുന്നു. വീണ്ടും വീണ്ടും ഹരിയേട്ടൻ എന്തിനാണ് എൻ്റെ ഇഷ്ടത്തെ ഇങ്ങനെ അവഹേളിക്കുന്നത്? എനിക്ക് ഹരിയേട്ടനോടുണ്ടായിരുന്നത് ഒരു ഭ്രമമല്ല. അത് ഞാൻ എത്രയൊക്കെ ഉയർത്തി പറഞ്ഞാലും ഹരിയേട്ടൻ അംഗീകരിച്ച് തരില്ല. ഹരിയേട്ടൻ അങ്ങനെയാണ് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര വട്ടം പറഞ്ഞാലും ഹരിയേട്ടൻ അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പൊയ്ക്കോളാം എന്നൊരു തീരുമാനമെടുത്തത് ഉറപ്പോടെ അവൾ പറഞ്ഞു. നീ എന്നെ പ്രണയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. നീ എന്നെ ഒരിക്കലെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ, ഒരേട്ടൻ്റെ സ്ഥാനത്തെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും എന്നെ മറക്കാൻ, അല്ലെങ്കിൽ എന്നെ മറന്നു പോകാൻ പറ്റുമെന്ന് നീ പറയുമായിരുന്നില്ല. ജാനകിക്ക് അതിന് കഴിയുമായിരുന്നില്ല. അതൊന്നും ഞാനിപ്പോൾ കാര്യമായി എടുക്കുന്നില്ല. പ്രായത്തിൻ്റെ കുഴപ്പം അതൊക്കെ എനിക്ക് മനസ്സിലാവും, ശ്രീഹരി പറഞ്ഞു. എത്ര വർഷങ്ങൾ വേണമെങ്കിലും ഞാൻ കാത്തിരുന്ന് തെളിയിക്കാമായിരുന്നു എനിക്ക് ഹരിയേട്ടനോട് തോന്നിയത് ഭ്രമമല്ലെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് മുന്നിൽ അതിനുള്ള സാഹചര്യമൊന്നുമില്ല. മനസ്സ് മരിച്ച ഒരാളാണ് ഞാൻ. പ്രണയമൊന്നും ഇപ്പോൾ എൻ്റെ ചിന്തകളിൽ പോലും ഇല്ല ഹരിയേട്ട. പക്ഷെ ജാനകി പ്രണയിച്ചിട്ടുള്ളത് ഒരാളെ മാത്രമായിരുന്നു. എന്നും. അതിനപ്പുറം മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇപ്പം എൻ്റെ മാനസികാവസ്ഥ എൻ്റെ പ്രണയത്തെ ഹരിയേട്ടന് മുൻപിൽ തുറന്നു കാണിക്കുവാനും സാധിക്കില്ല. അമ്മ നഷ്ടപ്പെട്ട ദുഃഖം മറന്നു തുടങ്ങിയിട്ടില്ല. അതിനുള്ളിൽ വീണ്ടും വാക്കുകൾ കൊണ്ട് ഹരിയേട്ടനെ നോവിക്കരുത്. ഇല്ല, ഞാൻ നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കതിന് കഴിയുകയില്ല. ഞാൻ പറയാൻ വന്നത്, വേണ്ട ഹരിയേട്ട. വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിൽ
പറയണ്ട. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒട്ടും അത് കേൾക്കാൻ പോലും എനിക്ക് കഴിയില്ല. അവൾ കൈയെടുത്ത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ജാനി, നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത്. ഒരു നിമിഷം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഞാനെടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് പൂർണ്ണമായും എനിക്കറിയില്ല. നിന്റെ മുൻപിൽ ഞാനൊരു കളിപ്പാട്ടം പോലെ ആയി പോകുമോ എന്നും എനിക്കറിയില്ല. ചില കുട്ടികൾക്ക് ചില കളിപ്പാട്ടങ്ങളോട് ഒരു ഭ്രമം തോന്നും. ആ ഭ്രമം തീരുമ്പോൾ കളിപ്പാട്ടം കളയും. അങ്ങനെയൊരു ഭ്രമമാണ് നിന്റെ പ്രണയമെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അത് യാഥാർത്ഥ്യം ആയേക്കാം. ചിലപ്പോൾ നിന്റെ പ്രായത്തിൻ്റെ വെറും ചാബല്യമായിരിക്കാം. എന്താണെങ്കിലും അത് അംഗീകരിക്കാൻ ഞാനിപ്പോൾ തയ്യാറാണ്. അവൻ പറഞ്ഞത് എന്താണെന്ന് അവൾക്ക് പൂർണ്ണമായും മനസ്സിലായിരുന്നില്ല. അതിനായി അവൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി അവൾ നോക്കി. ജാനകിയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമാണെന്ന്. അച്ഛനോടും അമ്മയോടും ഞാൻ ഇക്കാര്യം സംസാരിച്ചു. അവർക്ക് രണ്ടുപേർക്കും എതിർപ്പില്ല. പിന്നെ അവർക്കുള്ള ഭയം നീ സമ്മതിക്കുമെന്നുള്ളത് മാത്രമാണ്. നീ എന്നെ സഹോദരനായാണ് കണ്ടിരിക്കുന്നതെന്ന്. അവൻ്റെ വാക്കുകളിൽ നിലനിന്നിരുന്ന പുച്ഛം അവൾക്ക് മനസ്സിലായിരുന്നു. സ്വന്തമായി ആത്മനിന്ദ തോന്നിയിരുന്നു അവൾക്ക്. ഹരിയേട്ടൻ എന്നെ വീണ്ടും വീണ്ടും കളിയാക്കുകയാണോ? ഞാൻ എന്തിനാ നിന്നെ കളിയാക്കുന്നത്? എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് അന്നും ഇന്നും ഒരു കുറവുമില്ല. എപ്പോഴും കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല നിനക്ക് തോന്നിയത്. എന്നോട് പ്രണയം തോന്നിയെന്ന് നീ പറയുന്ന സാഹചര്യങ്ങളിലൊന്നിലും ഒരാശയുടെ കണിക പോലും നിനക്ക് ഞാൻ തന്നിട്ടില്ല. എന്നിട്ടും എന്നെപ്പോലൊരാളോട് നിനക്ക് ഈ പ്രണയം തോന്നിയെങ്കിൽ അത് നിന്റെ മനസ്സിൻ്റെ പക്വതക്കുറവായി അല്ലാതെ എങ്ങനെയാ ഏട്ടൻ കാണുക? പിന്നെ എന്തിനാ ചേട്ടനെ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? സഹതാപം കൊണ്ടല്ലേ എന്നെ വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലെത്തിയത്? ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നുള്ള സഹതാപം കൊണ്ട്? അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും ഉള്ള കടപ്പാടുമുണ്ട്? അതുകൊണ്ട് മാത്രമല്ലേ വിവാഹത്തിന് സമ്മതിച്ചത്? അതിലൊരിക്കൽ പോലും എന്നോടുള്ള സ്നേഹം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട ഏട്ടാ. അവളുടെ ആ വാക്കുകളിൽ അവൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. നിന്നോട് എനിക്ക് എന്നും സ്നേഹമാണ് ജാനകി. സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് നിന്നോടില്ലെന്ന് ഇപ്പോഴും ഞാൻ നിന്നോട് തുറന്നു പറയുന്നു. പക്ഷെ നാളെ ചിലപ്പോൾ ഉണ്ടായിക്കൂടുന്നില്ല. നീ പറഞ്ഞത് പൂർണ്ണമായും ഏട്ടൻ അംഗീകരിക്കാതിരിക്കുന്നുമില്ല. നിന്റെ അച്ഛനോട് എനിക്കൊരു കടപ്പാടുണ്ട്. പിന്നെ നീ ഒറ്റയ്ക്കായി പോകുന്നതിൽ മറ്റാരേക്കാളും കൂടുതൽ വേദന എനിക്കുണ്ട്. അങ്ങനെ പല കാരണങ്ങളും നിന്നെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്തപ്പോൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല. അതിലുപരി അമലിൻ്റെ വിവാഹാലോചന ഞാനാണ് കൊണ്ടുവന്നത്. നീ പറഞ്ഞതുപോലെ അവന് മുൻപിൽ നീ കോമാളിയായി നിൽക്കേണ്ടി വന്നത് ഞാൻ കാരണമാണ്. അതിന് പകരമായി ഹരിയേട്ടൻ തരുന്നത് സ്വന്തം ജീവിതം അല്ലേ? ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വിവാഹം കഴിച്ച് സ്വന്തം ജീവിതം നശിപ്പിക്കരുത്. ജാനകി പറഞ്ഞു. സ്വന്തം ജീവിതം മനഃപൂർവ്വം ആരെങ്കിലും നശിപ്പിക്കാൻ തീരുമാനിക്കുമോ? അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഞാൻ മറ്റാരുടെ കൈകളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുത്താലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അതേസമയം ഈ വീട്ടിലാണെങ്കിൽ നീ സുരക്ഷിതയായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ നീ ആഗ്രഹിക്കുന്നത് എന്നോടൊപ്പമുള്ള ജീവിതമാണെന്ന് പലവട്ടം നീ പറഞ്ഞു കഴിഞ്ഞു. എന്നോട് ചോദിച്ചിട്ടാണോ നീ എന്നെ സ്നേഹിച്ചത്? അല്ലല്ലോ. നമ്മൾ തമ്മിൽ ആദ്യം സംസാരിച്ച സമയത്ത് നീ എന്നോട് പറഞ്ഞത് ഞാൻ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ പോലും നീ എന്നെ സ്നേഹിക്കുന്നുവെന്നാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് നിന്നെ സ്നേഹിക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതും വിവാഹത്തിനെ പറ്റി പറഞ്ഞതിപ്പോൾ. എന്നെ ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. പെട്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയിരുന്നു. ഹരിയേട്ടൻ പറഞ്ഞത് ചേട്ടൻ്റെ ഭാഗം മാത്രമാണ്. അച്ഛനോടും അമ്മയോടും ഉള്ള കടപ്പാട്, എവിടെയെങ്കിലും എന്നോടുള്ള ഇഷ്ടം പോലും ഹരിയേട്ടൻ പറഞ്ഞില്ല. എന്നോട് സ്നേഹമുണ്ടോ ഹരിയേട്ടന്? അതിനപ്പുറം ഈ നിമിഷം വരെ എന്നോടൊരു സ്നേഹവും തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സ് ഹരിയേട്ടന് മുമ്പിൽ തുറന്നു കാണിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ എങ്ങനെയാ
പൂർണ്ണ മനസ്സോടെ ഹരിയേട്ടൻ്റെ മുൻപിൽ നിൽക്കുന്നത്. ഹരിയേട്ടൻ ഒരിക്കലും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഹരിയേട്ടനെ വിവാഹം കഴിച്ച ഞാൻ സന്തോഷവതിയായിരിക്കും. ഹരിയേട്ടനെ പിരിയാതെ ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനപ്പുറം ഈ നിമിഷവും ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ വാശി തീർക്കുന്നത് പോലെ ഹരിയേട്ടൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? ഇത്രത്തോളം എന്നോട് തുറന്ന് സ്നേഹം ഹരിയേട്ടൻ സംസാരിച്ചിട്ടും ഞാൻ എങ്ങനെയാ താലി ഏറ്റുവാങ്ങുന്നത്? കണ്ണുനീരിൻ്റെ മേമ്പടിയോടെ അവൾ പറഞ്ഞു. ജാനകി, എല്ലാവരും അവരവരുടെ അവസ്ഥകൾ മാത്രമാണ് ചിന്തിക്കുന്നത്. നീ പറയുന്നതും നിന്റെ ഭാഗം മാത്രമാണ്. സഹോദരിയെപ്പോലെ കണ്ട ഒരുവളെ ഭാര്യയായി കാണാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അത് നീ മനസ്സിലാക്കണം. നിന്നോട് ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു തീരുമാനം എനിക്ക് എടുക്കേണ്ട ഉണ്ടായിരുന്നില്ലല്ലോ. നിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള കടപ്പാടും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനർത്ഥം നിന്നെ ഇഷ്ടമല്ലെന്നല്ല. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. നീ പറഞ്ഞതുപോലെ ഒരിഷ്ടം ഈ നിമിഷം വരെ എനിക്ക് നിന്നോട് തോന്നിയിട്ടില്ല. നാളെ തോന്നിക്കൂടാന്ന് പറയാനും പറ്റില്ല. പക്ഷെ നിന്നെ വിവാഹം കഴിച്ച് കഴിയുന്ന നിമിഷം മുതൽ നീ എൻ്റെ ഭാര്യയാണ്. പിന്നെ ഞാൻ അംഗീകരിച്ചേ പറ്റൂ. അത് ഞാൻ എൻ്റെ മനസ്സിനെ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു പഠിപ്പിക്കും. സ്വന്തം ജീവിതം വച്ച് നീ ഒരു ഭാഗ്യപരീക്ഷണം നടത്തണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരിക്കലും നിന്നെ സ്നേഹിക്കാനോ ഭാര്യയായി അംഗീകരിക്കാനോ കഴിയില്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെനിക്ക് കുറച്ച് സമയം വേണ്ടി വരും. അത് ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സിന് കഴിഞ്ഞാൽ നീ എന്നെ സ്നേഹിച്ചതിലും കൂടുതൽ നിന്നെ തിരിച്ച് സ്നേഹിക്കാൻ എനിക്ക് കഴിയും. ചിലപ്പോൾ നീ എന്നെ സ്നേഹിച്ചതിൽ കൂടുതലായത് ഞാൻ നിനക്ക് തിരികെ നൽകും. പക്ഷെ അത് എപ്പോഴാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഇങ്ങനെയൊരു കാര്യം നിന്നോട് തുറന്നു പറയാതെ വിവാഹത്തിന് നിന്നോട് സമ്മതം ചോദിക്കാനും എനിക്ക് കഴിയില്ല. ഇനി നിനക്ക് തീരുമാനിക്കാം. എന്തും ആത്മാർത്ഥമായിരുന്നു അവൻ്റെ വാക്കുകളെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഹരിയേട്ടൻ്റെ സാമീപ്യം അതുമാത്രമേ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. നിന്റെ സുരക്ഷിതത്വമാണ് പ്രധാനമായും ഞാൻ ഈ വിവാഹം കൊണ്ട് മുന്നിൽ കാണുന്നത്. പെട്ടെന്നൊരു തീരുമാനം നീ പറയണ്ട. നന്നായി ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം പറഞ്ഞാൽ മതി. എന്നിട്ട് നീ എന്നെ അറിയിക്കണം. നിന്റെ തീരുമാനം എന്താണെങ്കിലും അതിനോടൊപ്പം ഞാൻ മുൻപോട്ടുണ്ടാവും. ഹരിയേട്ടാ, എനിക്ക് സമ്മതമാണ്. ജാനകിക്ക് ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു പോയിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.